അപ്പോൾ പോസ്റ്റ് ഇടുന്നതും പോസ്റ്റ് ഇടാതിരിക്കുന്നതും ഒക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണല്ലോ. ആണ്. അവിടെ അവർക്ക് അവരുടെ ബാലൻസ് തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് മനസ്സിലാവും, അവർക്ക് സംഖ്യകൾ എതിർക്കാം. ഇപ്പോൾ നമ്മളും സംഖ്യകളെ ന്യായീകരിക്കുന്ന ആളുകളൊന്നുമല്ല. അത് വേറെ പൊളിറ്റിക്സാണ്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ചില ഇഷ്യൂസ് വരുമ്പോൾ ആ സെൻസിറ്റീവ് ഇഷ്യൂസിനെ അതേപോലെ തന്നെ അവർ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമാണ്, അവർക്ക് ഇംബൈബ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് അവർക്ക് സ്വീകാര്യത ഉണ്ടാവുക. കാരണം പഹൽഗാമിൽ ആക്രമണം ഉണ്ടായ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കിരുന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ വേദന ഉണ്ടായ സംഭവമാണ്. നമ്മൾ ആരോടും അതിനെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. കാരണം നമ്മൾ വളരെ നിസ്സഹായരാണ് ശരിക്കും പറഞ്ഞാൽ. അത്രമാത്രം പൈശാചികമായിട്ടുള്ള രീതിയിൽ വെറുതെ നടക്കുന്നതായിട്ടുള്ള മനുഷ്യനെ കശാപ്പ് ചെയ്യുന്ന ഒരു മനസ്സുണ്ട്. ആ മനസ്സിനോട് നമുക്ക് ഒരിക്കലും പൊറുക്കാനായിട്ട് പറ്റും. പോസ്റ്റ് ഇടേണ്ട ഒരു സമയമായിരുന്നു. ആ സമയത്ത് പോസ്റ്റ് ഇടുന്നതാണ് ഇന്ത്യയിലെ മനുഷ്യരുടെ വൈകാരിക നിലയുമായിട്ട് തുലനം ചെയ്യാനായിട്ട്, അതിനൊപ്പം നിൽക്കാനായിട്ട് കഴിയുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അതിടേണ്ടത് രാഷ്ട്രീയ ആവശ്യം കൂടിയാണെന്നാണ് ഞാൻ എന്തുകൊണ്ടായിരിക്കും അത് മറന്നു കളയുന്നത്. സ്വരാജ് ഇടാത്തത് എന്തുകൊണ്ടായിരിക്കും? സ്വരാജ് ഇടാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അവിടെ സ്വരാജ് മുമ്പിട്ടിരുന്നൊരു പോസ്റ്റ് ഉണ്ട്. അതായത് ഹമാസ് എന്ത് തന്നെ ചെയ്താലും അത് ശരിയാണ് എന്ന് ഇസ്രായേലിലെ കൂട്ടക്കൊലയെയും ബലാത്സംഗങ്ങളെയും ന്യായീകരിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ട ആളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പഹൽഗാമിലെ ആക്രമണത്തെക്കുറിച്ച് പുള്ളി പോസ്റ്റ് ഇടാത്തത് അവർ ചെയ്തത് ശരിയാണെന്നുള്ള തോന്നലുകൊണ്ടാണോ? ഇവർ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഇവർക്ക് ബാലൻസ് തെറ്റിപ്പോകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.